തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകളുടെ മൃതദേഹങ്ങൾ അതത് വാഹനത്തിൽ അവിടെ നിന്നും പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന ആംബുലൻസുകളിൽ അവിടേക്ക് കൊണ്ടുപോകും. അതിന് മറ്റ് സഹായങ്ങളെല്ലാം സംസ്ഥാന കേരള സർക്കാരാണ് മറ്റ് സഹായങ്ങളെല്ലാം തന്നെ നൽകുന്നത്. എന്തായാലും അവിടെ നിന്ന് ഇവിടേക്ക് ആംബുലൻസുകളും മറ്റും എത്തിച്ചേർന്നിട്ടുണ്ട് എന്ന് അല്പസമയം തന്നെ മന്ത്രി വീണ ജോർജ് നമ്മളോട് സംസാരിച്ചിരുന്നു. മറ്റ് അതായത് ചികിത്സയിൽ കഴിയുന്ന മറ്റാളുകളുണ്ടെങ്കിൽ അങ്ങനെ അവർക്കുള്ള സഹായങ്ങളെല്ലാം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ മറ്റും ഭാഗത്തു നിന്ന് ഉണ്ടാകും. എന്തായാലും ഇവിടേക്ക് ഈ ക്ലിയറൻസ് അടക്കമുള്ള മറ്റ് സാങ്കേതികപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷമായിരിക്കും ഇവിടേക്ക് മൃതദേഹങ്ങൾ എത്തിക്കുക, അതായത് ഈ ലോഞ്ചിലേക്ക് മൃതദേഹങ്ങൾ എത്തിക്കുക. നിലവിൽ ഇവിടെ മൃതദേഹങ്ങളെല്ലാം തന്നെ കൊച്ചിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഇവിടെ കൃത്യമായി പരിശോധനയ്ക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടേക്ക് മൃതദേഹങ്ങൾ എത്തിക്കും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും ഇവിടെ ജനപ്രതിനിധികൾക്ക്, അതായത് മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാർക്കും മറ്റ് ജനപ്രതിനിധികൾക്കും എല്ലാം പ്രത്യേക ഇരിപ്പിടം ക്രമീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ മൃതദേഹങ്ങൾക്ക് മുൻപിൽ തന്നെയായിട്ടാണ് പ്രത്യേക ഇരിപ്പിടം ക്രമീകരിച്ചിരിക്കുന്നത്. അവിടെ നിന്നായിരിക്കും അവരെല്ലാവരും തന്നെ ഈ അന്തരിച്ച ആളുകൾക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുക. ഈ തൊട്ട് മുൻപിലുള്ള വെയിറ്റിംഗ് ഏരിയയിലാണ് ഈ ബന്ധുക്കൾക്കെല്ലാം തന്നെ ഇരിപ്പിടങ്ങൾ സജ്ജീകരിച്ചിട്ടുള്ളത്. അവർ അവിടെ നിന്ന് തങ്ങളുടെ പ്രിയപ്പെട്ടവരെ കാണും, അവിടെ നിന്ന് മൃതദേഹം ഏറ്റുവാങ്ങും. ഇത്തരത്തിലാണ് ക്രമീകരണങ്ങൾ എല്ലാം ഉള്ളത്. ആ ലോഞ്ചിലേക്ക് മറ്റ് ആളുകൾക്കൊന്നും തന്നെ പ്രവേശനമില്ല. കൃത്യമായി ജനപ്രതിനിധികളും ബന്ധുക്കളും മാത്രമാണ് അവിടേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കുക. അതിനുശേഷം ഇവിടെ നിന്ന് മൃതദേഹങ്ങൾ തൊട്ട് മുൻപിൽ തന്നെ ആംബുലൻസുകൾ വരികയും ഒപ്പം തന്നെ മറ്റ് ക്രമീകരണങ്ങൾ, അതായത് പോലീസ് അകമ്പടി അടക്കമുള്ള ആളുകൾ അവരുടെ വാഹനങ്ങളെല്ലാം തന്നെ ഇതിന് തൊട്ട് മുൻപിൽ എത്തുകയും അവിടെ നിന്ന് ആംബുലൻസുകളിലായി ഈ മൃതദേഹങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. ഇതാണ് നിലവിൽ ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. ഓരോ പ്ലേസിലും, അതായത് ഓരോ ഇടങ്ങളിലും 2 മൃതദേഹങ്ങളാണ് വയ്ക്കുക, പൊതുദർശനത്തിന് വയ്ക്കുക. അത്തരത്തിലാണ് ഇവിടെ ക്രമീകരണങ്ങളുള്ളത്. അങ്ങനെ ഓരോരുത്തരുടെയും ഈ 2 പേരുടെ മൃതദേഹങ്ങൾ വയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്.